വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത റാലിയോടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലാ സാംസ്കാരിക മേഖലകളിലടക്കം ഇന്ത്യയിൽ വർഗീയവൽക്കരണം നടക്കുകയാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ക്രിക്കറ്റിൽ പാകിസ്ഥാൻകാരൻ വന്ന് ഇന്ത്യയിൽ കളിക്കാൻ പാടില്ല. ക്രിക്കറ്റിന് എന്താ മതം? ആമിർ ഖാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിലായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സിനിമ രാജ്യത്ത് ഓടിക്കൂടാ എന്ന് പറയുന്നത് എങ്ങനെയാ? വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലയുടെയും സംസ്കാരത്തിന്റെയും എല്ലാം രംഗത്ത് അതിവേഗത്തിൽ ഈ വർഗീയവൽക്കരണം നടക്കുക. ദളിതന് വിദ്യ അഭ്യസിക്കാൻ പാടില്ല എന്ന് പഴയ സ്മൃതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതുണ്ട്. അത് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതിന്റെ ലക്ഷണമല്ല രോഹിത് വെമുലയുടെ മരണം. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചില ജാതിമത സംഘടനകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തീവ്ര വർഗീയ ചിന്തകൾ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പുനഃക്രമീകരണമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. മതേതരമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക. ചില ജാതി സംഘടനകളും മതസംഘടനകളും നടത്തുന്നതായിട്ടുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജാതി മത തീവ്രമായിട്ടുള്ള ചില വിദ്യാർത്ഥികളുടെ മനസ്സിനകത്ത് കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇന്ന് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനത്തോടെ 3 ദിവസമായി വയനാട്ടിൽ നടന്നു വന്ന KSTA സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകും. റിപ്പോർട്ടർ, വയനാട്.